സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ 1969-72 BSc സുവോളജി ബാച്ച് ഇന്ന് നമ്മുടെ കോളേജിൽ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. ഓർമ്മകളുടെ ഒരു അതിപ്രസരം തുളുമ്പി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ അവരോട് നമുക്ക് സംവദിക്കാം. ഹലോ സർ. നമസ്കാരം. കുറെ നാളായി അല്ലെ, 53 വർഷമായി നിങ്ങൾ ഇവിടുന്ന് പോയിട്ട്. എന്താണ് നിങ്ങളെ തിരിച്ചു വന്നപ്പോഴുള്ളൊരു മനസ്സിന്റെ വികാരങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കാം? സത്യം പറഞ്ഞാൽ 53 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ കോളേജിന്റെ പടി ചവിട്ടുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം അധികം അഭിമാനത്തോടുകൂടിയാണ് തിരിച്ചിങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ കോളേജിന്റെ പാസ് ഔട്ടായി പോയതിനു ശേഷം ഒന്നുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ദോഷവും വന്നിട്ടില്ല. എല്ലാവരും ഒരുമാതിരി നല്ല നിലയിൽ തന്നെ എത്തി. ഞാൻ ഇവിടുന്ന് പോയിട്ട് MSc ചെയ്തു ആലപ്പുഴ SD കോളേജിൽ. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ സർവീസിൽ കയറി. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ 38 വർഷം സർവീസ് ചെയ്തു. സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് റാങ്കിൽ. ബാംഗ്ലൂരിൽ സദേൺ റീജിയൻ ഹെഡായിട്ട് റിട്ടയറായി. ട്രിവാൻഡ്രം ഓഫീസ് ഞാൻ സീനിയർ ഓഫീസ് ഓപ്പൺ ചെയ്ത് ഞാനാണ്. ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കാനും ജോലി ചെയ്യാനുള്ള അവസരം കിട്ടി. ഈ എന്നും സ്മരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ. കാരണം ഇവിടെ 5 വർഷം ഞാൻ പഠിച്ചതാണ്. എൻ്റെ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഇവിടെയാണ് പഠിച്ചത്. അത് മോലിപ്പള്ളിയിൽ നിന്ന് മല കയറി വന്ന് മല ഇറങ്ങി പോയി. അങ്ങനെ ആ 4 കിലോമീറ്റർ വെച്ച് ഓരോ ദിവസം നടക്കുന്നതിൻ്റെ 8 കിലോമീറ്റർ നോക്കൂട്ടാം. ആ നടന്നതിൻ്റെ പ്രയോജനം പിൽക്കാലത്തുണ്ടായി. പോലീസ് ട്രെയിനിങ് കോളേജിൽ ചെന്നപ്പോൾ അത് വളരെയധികം പ്രയോജനപ്പെട്ടു. പിന്നെ MScക്ക് പോയ സമയത്താണെങ്കിലും ഇവിടുത്തെ ഈ മലകയറ്റമൊക്കെ എനിക്ക് ഒത്തിരി പ്രയോജനപ്പെട്ടു. ഐ വാസ് റണ്ണിങ് അത്ലറ്റ് ഇൻ ദി SD കോളേജ്. പിന്നെ നല്ലത് മാത്രമേ ഓർക്കാനുള്ളൂ കോളേജിനെ കുറിച്ച്. കോളേജ് അലുവിനെ കുറിച്ചൊക്കെ നമ്മൾ ഓർക്കുമായിരുന്നു. പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടില്ല പല കാരണങ്ങൾ കൊണ്ടും. ഞങ്ങളൊക്കെ വെളിയിലായിരുന്നു. അപ്പം ഞാനിവിടെ റിട്ടയർമെൻ്റ് ആയതിനു ശേഷം നാട്ടിലുണ്ട്. ബാക്കി എൻ്റെ സഹപാഠികളൊക്കെ ഇപ്പോഴും പകുതി കൂടുതലും അമേരിക്കയിലാണ്. ഏതായാലും 4-5 പേര് മാത്രമേ നാട്ടിലുള്ളൂ. ബാക്കി എല്ലാവരും വെളിയിലാണ്. അവരൊക്കെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ മുറയ്ക്ക് കൂടാറുണ്ട്. കോളേജിൻ്റെ വിശേഷങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. 2017-ലും 2019-ലും ഞങ്ങൾ ഒരു അലുമിനി മീറ്റ് കൂത്താട്ടുകുളത്തിൽ നടത്തുകയുണ്ടായി. അതിൽ ഞങ്ങൾ ഞങ്ങളുടെ പൂർവാധ്യാപകരെയൊക്കെ വിളിച്ച് ആദരിക്കുകയുണ്ടായി. അത് വളരെയധികം ചാരിതാർത്ഥ്യജനകമായ ഒരു സംഭവമായിരുന്നു. ദിവംഗതരായ സണ്ണി സാറ്, കൊടിഞ്ഞി CJ ജോസഫ് സാറ് മുതലായവരൊക്കെ അന്ന് ആ മീറ്റിംഗ് ഞങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങാൻ വന്നിരുന്നു. നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? നിങ്ങളുടെ ബാച്ചിൽ 24 കുട്ടികളുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതില് ഇപ്പൊ നിലവിൽ അവസരത്തില് ഈ ഒരു അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ 3 പേരാണ്. എനിക്ക് തോന്നുന്നു പലരും വിദേശത്തായിരിക്കും, അതിനുള്ള സൗകര്യം ഉണ്ടായി കാണില്ല വരാനുള്ളത്. അപ്പൊ വന്ന നിങ്ങൾ 3 പേരെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, എൻ്റെ പേര് ജോർജ് മാന്തുരുത്തിൽ. ഞങ്ങളുടെ ബാച്ചിലെ 24 പിള്ളേരാണ് ഉണ്ടായിരുന്നത്. അതില് 4 പേര് മരിച്ചുപോയി. 4-5 പേര് മരിച്ചുപോയി. 4 പേര് മരിച്ചുപോയി. അത് അന്നത്തെ കാലത്ത് ഈ വാട്സാപ്പോ അങ്ങനെയുള്ള യാതൊരു ഇതും ഫോൺ പോലും ഇല്ലാത്ത സമയം. അതുകൊണ്ട് നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ല ആരുമായിട്ട്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ വർഷങ്ങൾക്ക് ശേഷം വാട്സാപ്പൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഫോണും സൗകര്യമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ റീകണക്ട് ചെയ്ത് ഗ്രൂപ്പായിട്ട് വന്നത്. എൻ്റെ പേര് വിജയകുമാർ എന്നാണ്. ഞാൻ തിരുവല്ലയാണ് എൻ്റെ വീട്. എൻ്റെ അമ്മ മോനിപ്പള്ളിയിൽ സ്കൂളിലെ അധ്യാപികയായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് കൂട്ടുവന്നാണ് ഈ കോളേജിൽ ഞാൻ ഒരു സ്റ്റുഡൻ്റായി മാറിയത്. എൻ്റെ പേര് അന്നമ്മ മാത്യു. എൻ്റെ വീട് ഇവിടെ തന്നെയാണ്, ഉഴവൂർ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അപ്പുറം. സ്കൂളിൽ പഠിച്ചതും കോളേജ് ഒക്കെ ഇവിടെ തന്നെ. സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രീ ഡിഗ്രി തുടങ്ങി. അന്നേരം പ്രീ ഡിഗ്രി വീണ്ടും അത് അപ്ഗ്രേഡ് ചെയ്തപ്പം ഇവിടെ തന്നെ ഡിഗ്രിക്ക് ചേർന്നു. അങ്ങനെ പഠിച്ച് വളരെ നല്ല ഓർമ്മകളുണ്ട്. ഇങ്ങനെ വന്ന് കാണാൻ 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് മീറ്റിങ്ങിന് ഇതിനൊക്കെ ആയിട്ട് മിക്കവരെയും കാണാറുണ്ട്. അങ്ങനെ വളരെ സന്തോഷം. വെളിയിൽ ഞാൻ ഇത് ഡിഗ്രി കഴിഞ്ഞിട്ട് നേഴ്സിങ്ങിന് പോയി ബോംബെയിൽ നായർ ഹോസ്പിറ്റൽ. പിന്നെ അത് കഴിഞ്ഞ് ഡൽഹിയിൽ വർക്ക് ചെയ്തു 10-20 വർഷം. 2010 റിട്ടയർഡായി പോകുന്നു. ഇപ്പോൾ ഇവിടെ നാട്ടിൽ. 53 വർഷത്തിനിപ്പുറം അന്ന് പഠിച്ച കോളേജ് അല്ല ഇന്നുള്ളത്. ഒരുപാട് മാറ്റങ്ങൾ കോളേജിന് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെ ആണ് ഫീൽ ചെയ്യുന്നു? കോളേജിൽ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പഠിച്ച ക്ലാസ് റൂം വലിയ വ്യത്യാസമില്ല. കണ്ടാൽ അറിയാൻ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. പ്രിൻസിപ്പളിന്റെ മുറിയും പഴയ സ്ഥാനത്ത് തന്നെയാണ്. ഞങ്ങളുടെ ക്ലാസ്സിലൂടെ അടുത്തായിരുന്നു പ്രിൻസിപ്പളിന്റെ മുറി. അതിലൊന്നും മാറ്റം ഉണ്ടായിട്ടില്ല. ചില അഡീഷൻസ് വന്നിട്ടുണ്ട്, സ്വാഭാവികമാണ്. കാലത്തിൻ്റെതായ മാറ്റങ്ങൾ കോളേജിന് വന്നിട്ടുണ്ട്. അത് ജൂബിലി വർഷത്തിൽ വന്നതായിരിക്കാം. എന്തുകൊണ്ടും കോളേജ് പുരോഗമനമാണല്ലോ. അത് എല്ലാ രീതിയിലും കോളേജ് പുരോഗമിച്ചിട്ടുണ്ട്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്.
അപ്പൊ നിങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഞാനൊന്നും ജനിച്ചിട്ട് പോലുമില്ല. അപ്പം നിങ്ങളുടെ ആ സമയത്തെ കൗതുകരമായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ഞങ്ങളുടെ ഏറ്റവും കൗതുകരമായ കാര്യം, ഞങ്ങള് 2 വരാന്തേ കൂടാ ഞങ്ങള് ഗേൾസും ബോയ്സും നടന്നുകൊണ്ടിരുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, നേരെ നോക്കാൻ പറ്റത്തില്ലായിരുന്നു. അന്നത്തെ ചട്ടക്കൂട്ടിലുള്ള അങ്ങനത്തെ ചട്ടക്കൂട് അന്നത്തെ കാലഘട്ടം, ആ കാലഘട്ടമായിട്ടൊക്കെ ഒത്തിരി വ്യത്യാസമായി. ഞങ്ങളിപ്പോ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സിനെ ഇപ്പൊ അടുത്ത് കാണുന്നതും ഇപ്പൊ ഷെയ്ക്കാൻ്റെയൊക്കെ ചെയ്യുന്നതുള്ള ഫ്രീ ആയിട്ടൊക്കെ ഉണ്ട്. കാരണം ആ ഒരു കാലഘട്ടം അന്നില്ലായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി. നിങ്ങളൊക്കെ ഭാഗ്യവതികളാണ്. കാരണം നിങ്ങൾ പുതിയ കാലഘട്ടത്തിന്റെ ഈ മൊബൈൽ യുഗത്തിന്റെ സന്ധിതികളാണ്. ഞങ്ങളൊക്കെ മൊബൈലൊന്നും ഇല്ല, എഴുത്ത് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തൊക്കെ ഒരു പക്ഷേ ഇരുന്ന് പഠിച്ചു വന്നവരാണ് ഞങ്ങളൊക്കെ. ഇന്ന് ആ സൗകര്യങ്ങൾ, നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സോഫ്റ്റ്വെയർ വിപ്ലവം നടന്ന രാജ്യമാണിത്. അവിടെ ജനിക്കാനും ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തിന്റെ അഭിവൃദ്ധി അനുഭവിച്ച് കഴിയാനുള്ള സാഹചര്യമെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇതെല്ലാം കണ്ടവരാണ്. ഞങ്ങൾ ഒന്നുമില്ലാത്ത സമയത്തും ഇപ്പോൾ ഇതെല്ലാം ആയ സമയത്തും ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് ഒരു ഭാഗ്യം കിട്ടിയ ആൾക്കാരാണെന്ന് ഞാൻ പറയും. റീസെന്റ് ആയിട്ടുള്ള കുട്ടി ഇത്രയും ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സമയത്തും ഇപ്പൊ അടുത്ത് പാസ് ഔട്ട് ആയ പല ബാച്ചസും ഒട്ടും ആക്റ്റീവ് അല്ലാത്ത അലുമിനീസിനെ കാണാറുണ്ട്. ബാച്ചുകൾ തമ്മിൽ യാതൊരു കോൺടാക്റ്റും ഇല്ലാത്തവര്. അപ്പൊ 53 വർഷം മുന്നേ ഉള്ള പഠിച്ചിറങ്ങിയ നിങ്ങൾ ഇപ്പോഴും ആ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയ അവസ്ഥയിൽ നിങ്ങൾക്കൊരു പാട്ട് പാടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുമിച്ചൊരു ഓർമ്മ പുതുക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരു ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലേ, ഒരു പാട്ടോ അങ്ങനെയൊന്നും ഇല്ല. അല്ല, ഞാൻ പറഞ്ഞേ അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങള് ഈ ഇത്രയും പേരെ തപ്പിയെടുത്തത് ഈ വാട്സാപ്പ് എന്ന ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ്. ഇപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പില് ലൈവായിട്ടുള്ള ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. ഇവരെല്ലാം അമേരിക്കയിൽ നിന്നൊക്കെ ലീവിന് വരുന്ന സമയത്ത് എല്ലാം കോർഡിനേറ്റ് ചെയ്തൊരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കുന്ന ജോലി എൻ്റെ തലയിലാണ് എല്ലാവരും ഏൽപ്പിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഞങ്ങൾ ഒരു വർഷത്തിൽ എങ്ങനെ 1-2 തവണ ഞങ്ങൾ കോട്ടയത്ത് വെച്ച് മീറ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ 4 പേര് കാണും, ചിലപ്പോൾ 5 പേര് കാണും. അതെല്ലാം മീറ്റിങ്ങിലും മിക്കവാറും സ്പൗസസോട് കൂടിയായിരിക്കും. അപ്പം 5 × 2 10 ആവും. 6 ആണെങ്കിൽ 6 × 2 12 പേരാകും. അപ്പം അങ്ങനെ ഞങ്ങളുടെ സന്തോഷം പങ്കിടാറുണ്ട്. ഞങ്ങളുടെ പങ്കാളികളെയും അതിൽ ഭാഗവാക്കാക്കാറുണ്ട്. അതുകൊണ്ട് പ്രത്യേക ഒരു ബന്ധം ഞങ്ങൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ടീച്ചറിന്റെ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് ആൻസർ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു സ്കില്ലും ഇല്ല. അങ്ങനെയൊന്നും പാട്ട് പാടാൻ അറിയത്തില്ല, അങ്ങനെയുള്ള യാതൊരു സ്കില്ലും ഞങ്ങൾക്കില്ല. പിന്നെ അന്നത്തെ കാലത്ത് ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാം ഒക്കെ വളരെ കുറവായിരുന്നല്ലോ. ആകെ ഒരു കോളേജിൽ ഒരു കോളേജ് ഡേ ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് പേര് പാടും, ഒരു നാടകം കളിക്കും, അങ്ങനെയൊക്കെ ഉള്ളതല്ലാതെ വേറെ ഒന്നും ഒരു ഇതില്ല. ഞങ്ങൾ നാടകം കളിക്കായിരുന്നു. ആകെ ഉണ്ടായിരുന്ന സ്കില്ല്, ഞാൻ മോരിപ്പള്ളി താമസിക്കുമ്പോൾ അവിടെ നിന്ന് കപ്പത്തണ്ട് എടുത്ത് എറിയുമായിരുന്നു. അത് എറിഞ്ഞെറിഞ്ഞ് ഒരു ശീലമാക്കിയതുകൊണ്ട് ഞാൻ MSc ആലപ്പുഴ പോയപ്പോൾ അവിടെ എനിക്ക് ജാവലിൻ ത്രോയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അവിടുത്തെ റെക്കോർഡുള്ള തോപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ഈ നാടിന്റെ സമ്പാദ്യം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്നാ നിങ്ങളുടെ ബാച്ച് നമ്മുടെ കോളേജിൽ വെച്ചൊരു ഗെറ്റ് ടുഗദർ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? ഞങ്ങളുടെ ഈ NRIs എല്ലാം ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് കഴിയുന്നത്ര സംഘടിപ്പിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കാം എന്നേ പറയാനൊക്കത്തുള്ളൂ. കാരണം എല്ലാവരും പല സമയത്താണ് ലീവിന് വരുന്നത്. അതൊന്ന് കോറിലേറ്റ് ചെയ്തെടുക്കാൻ ഇച്ചിരി പാടാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ ഒരു സന്ദേശം ഉണ്ട്? പറയാനുള്ള ഏക അഡ്വൈസ് എന്നാന്ന് വെച്ചാൽ, ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടൈം ഓഫ് ഇൻ യുവർ ലൈഫ്. നമ്മൾ പഠിക്കുമ്പോഴേ പിള്ളേരുണ്ട്, നമുക്ക് ഉത്തരവാദിത്വം ഇല്ല, അപ്പൻ്റെ അമ്മയുടെയും കാശ് കൊണ്ടാണ് പഠിക്കുന്നത്, ഉത്തരവാദിത്വം ഇല്ല, ഫ്രീ ആണ്. അപ്പൊ ഈ മെമ്മറീസ് വിൽ ലാസ്റ്റ് യു ഫോർ എവർ. സോ പുതിയ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, ലെറ്റ് ദം എൻജോയ് ദ ലൈഫ്. ആ സമയത്ത് എൻജോയ് ചെയ്ത് പഠിക്കുക. അത് പഠിക്കുന്ന സബ്ജക്റ്റ് ഏതായാലും ആ സബ്ജക്റ്റിൽ യു എക്സൽ, യു വിൽ ഡെഫിനറ്റ്ലി ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്. സ്നേഹ കൂട്ടായ്മ ഇങ്ങനെ തന്നെ തുടർന്ന് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് ഇതുപോലെ ഒത്തുകൂടാൻ സാധിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.